ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. യൂട്യൂബ് വീഡിയോകളുടെ കലവറ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വലിയൊരു ആ യൂട്യൂബിന് ബദലായിട്ട് അല്ലെങ്കിൽ ആ യൂട്യൂബിനോട് അടുപ്പിച്ച് നിൽക്കുവാനായിട്ട് ഇൻസ്റ്റാഗ്രാം എന്ന നമുക്ക് പരിചിതമായ ഫേസ്ബുക്കിന്റെ ഒരു ആപ്പ് പുതുതായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. IGTV, അതായത് ഇൻസ്റ്റാഗ്രാം TV എന്നാണ് ആപ്പിന്റെ പേര്. നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലും ഐഫോണിലും ഈ ഒരു ആപ്പ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുണ്ട്. സംഭവം ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ആ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ചാനലിലേക്ക് നമുക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കും. പക്ഷെ ഇതിനകത്ത് ഒരു പ്രത്യേകത ഉള്ളത്, നമുക്ക് ഇതിനകത്ത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക വെർട്ടിക്കൽ മോഡിലേക്കായിരിക്കും. അതായത് വെർട്ടിക്കൽ മോഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ മൊബൈൽ നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതാണ് വെർട്ടിക്കൽ മോഡ്. നമ്മൾ മൊബൈൽ ഇങ്ങനെ പിടിച്ച് കാണുമ്പോൾ ആ നമ്മൾ കാണുന്ന അതേ രീതിയിലാണ് നമുക്ക് കാണുവാനായിട്ട് വീഡിയോകൾ ഷോ ചെയ്യുക. അതുപോലുള്ള വീഡിയോകളാണ് നമുക്ക് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുക. നമ്മൾക്ക് ഇങ്ങനെ പിടിച്ചിട്ടുള്ള ആ ഹൊറിസോണ്ടൽ മോഡല്ല, നമുക്ക് ഈ രീതിയിലുള്ള മോഡിലാണ് നമുക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുവാനും അതുപോലെ തന്നെ വീഡിയോകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം. അതായത് നമ്മളിപ്പം ഒരു സെൽഫി വീഡിയോകൾ ഇങ്ങനെ നമുക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ വെർട്ടിക്കൽ മോഡിലാണ് നമ്മളത് എടുക്കുക. നമ്മുടെ മൊബൈലിന്റെ സ്ക്രീൻ നമ്മൾ സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെർട്ടിക്കൽ മോഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പൊ അതുപോലുള്ള വീഡിയോകളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം നിലവിൽ കാര്യമായിട്ടുള്ള വീഡിയോകളും ഇതിനകത്ത് ലഭ്യമല്ല, കാരണം ഇത് സ്റ്റാർട്ടിംഗ് ആണ്, ഇപ്പം റിലീസ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ചാനൽ തുടങ്ങിയിടുക. ക്രിയേറ്റേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്പായിട്ട് ഇതൊരു ഭാവിയിൽ മാറിയേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളും ഒരു ചാനൽ തുടങ്ങിയിടുക. എങ്ങനെ ആപ്പ് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. നമ്മുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ലിങ്ക് കൂടെയായിട്ട് ചേർക്കുന്നുണ്ട്, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോകൾക്ക് ലൈക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്കും അമർത്താൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ വിലയേറിയതാണ്, അതുകൊണ്ട് അതുകൂടി രേഖപ്പെടുത്തുക. ആപ്പ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യമായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ആദ്യമായിട്ടൊരു ലോഗിൻ വിത്ത് ഇൻസ്റ്റാഗ്രാം എന്നുള്ളൊരു ബട്ടൺ കാണിക്കും. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്തത്. ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID യൂസ് ചെയ്യുന്ന ഇമെയിൽ ID കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് ID ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അതിനായിട്ട് ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതിയാകും. അപ്പോൾ നമുക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ ഇവിടെ കാണിക്കും. ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ നമുക്ക് കാണിക്കും. ഇനി നിങ്ങൾക്ക് രണ്ടിലും ആ അക്കൗണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു പുതിയതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നോക്കുക, നിങ്ങൾക്ക് ഇതാണ് വീഡിയോ. ഈ രീതിയിലാണ് നമുക്ക് വീഡിയോകൾ ഷോ ചെയ്യുക. നമുക്ക് ആദ്യം സൗണ്ട് ആവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒന്ന് വോളിയം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോയുടെ സൗണ്ട് വരുന്നതാണ്. നമുക്ക് ഇവിടെ താഴെ ഫോർ യു എന്ന് പറഞ്ഞൊരു ഭാഗം, അതുപോലെ തന്നെ ഫോളോയിങ്, പോപ്പുലർ, കണ്ടിന്യൂ വാച്ചിങ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ, അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ അതിന് മുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് നിങ്ങളുടെ ചാനൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ സെറ്റിങ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതുതായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു കൂടുതലായിട്ടൊന്നും ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് മലയാളമാണ് ആവശ്യമെങ്കിൽ നമുക്കിപ്പോൾ മലയാളത്തിൽ ഏതാണ്ട് 1, 2, 3 ചാനലുകൾ ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇതിനകത്ത് ആ പേരിൽ അപ്ലോഡ് ആയിരിക്കുന്നത് കുറച്ച് ചാനലുകളാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മലയാളത്തിൽ ഇപ്പം മലയാളം ടെക് അജിത്തിൻ്റെത്, അതുപോലെ തന്നെ മൊബൈൽ ട്രിക്സ്, അതുപോലെ മ്യൂസിക്കലി മലയാളം സോങ്സ് എന്നീ ചാനലുകളാണ് കാണാൻ സാധിക്കുന്നത്. മലയാളം സോങ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മോഡിലാണ് നമുക്ക് വീഡിയോകൾ കാണാൻ സാധിക്കുക. നമ്മുടെ മൊബൈൽ പിടിക്കുന്ന അതേ രീതിയിൽ നമുക്ക് വീഡിയോകൾ കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ളതുപോലെ ഷെയർ ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ലവ് കമൻറ്റ് കൊടുക്കാനുള്ള സൗകര്യം, ലിങ്ക് കോപ്പി ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ റിപ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ ചാനൽ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അതൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ നമുക്ക് നേരിട്ട് കാണുവാനായിട്ട് മാനേജ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങളുടെ ചാനലിലേക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ പ്ലസ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അല്ലെങ്കിൽ താഴെ അപ്ലോഡ് വീഡിയോ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും, അതിന് മുകളിലായിട്ട് പ്രസ് ചെയ്യാം.
നമുക്കിങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള വീഡിയോകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഓരോ വീഡിയോകൾ നമുക്ക് ഇതുപോലെ കാണാം. പലരുടെയും വീഡിയോകൾ നിങ്ങൾക്ക് ഇതിനകത്ത് പോപ്പുലർ ആയിട്ടുള്ള വീഡിയോകൾ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ കുറച്ചേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ നോക്കുക, നമുക്ക് ഈ മോഡൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കിവിടെ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന പോലെ നമുക്ക് ഇവരെ ഫോളോ ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾ ഈ കണ്ടിന്യൂ വാച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ട വീഡിയോകൾ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വാച്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഏത് ഉപയോഗിച്ചിട്ട് സ്വിച്ച് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ലിങ്ക്ഡ് അക്കൗണ്ട് ഏതാണ്, നിങ്ങളുടെ ഫേസ്ബുക്ക് സ്റ്റോറിയുമായിട്ട് മറ്റുള്ളവർക്ക് കണക്ട് ആവുന്നതിനുള്ള സൗകര്യം, ഫേസ്ബുക്കുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാനുള്ള സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ ലോഗ് ഔട്ട് ചെയ്യുവാനും അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ലഭ്യമാണ്. അപ്പം ഇത് നിലവിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്, നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ഐഫോണിലും ആൻഡ്രോയിഡിലും ഉപയോഗിക്കാൻ സാധിക്കും. സിമ്പിളാണ്, വളരെയധികം സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.